നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർജുൻ, പ്ലീസ് കം സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. മിലോഡ്, നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചിലന്തിയാണ് ലെട്രോഡെക്ടസ്. ഒരു കടി കൊണ്ട് മനുഷ്യന്റെ ജീവനെടുക്കാൻ പോലുമുള്ള മാരക വിഷമാണ് ഉള്ളിൽ വഹിക്കുന്നത്. ആൺചിലന്തികളെ ആക്രമിച്ച ശേഷം കടിച്ചു കൊല്ലുന്നതും അവ മുന്നിൽ കിടന്ന് പിടയുന്നത് കാണുന്നതും ഈ കൂട്ടത്തിലെ പെൺചിലന്തികൾക്ക് ഒരു ഹരമാണ്. അത്തരത്തിലൊരു പെൺചിലന്തിയാണ് ഈ നിൽക്കുന്ന സുസ്മിത എന്ന് ഞാൻ പറയും. മറ്റൊരു പുരുഷനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കവേ തന്നെ താൻ ഇപ്പോഴും പ്രണയിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവായ അയാൾക്ക് വേണ്ടി തന്റെ കന്യകാത്വം കാത്തുസൂക്ഷിക്കാൻ മിടുക്ക് കാട്ടിയ കൗശലക്കാരി. Milord, I swear by the name of God, she is still a virgin. വളരെ ആസൂത്രണം ചെയ്തു തന്നെയാണ് ഈ സുസ്മിത തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ കെണിയൊരുക്കിയത് മിലോഡ്. കൃത്യം നടന്ന ദിവസമായ 2023 സെപ്റ്റംബർ 15 തലേന്ന്, അതായത് 14-ാം തീയതി വ്യാഴാഴ്ച, ഈ സുസ്മിത പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രം സന്ദർശിച്ചപ്പോൾ തന്നെ രോഹിത്തിനെ കൊലപ്പെടുത്താനുള്ള സൂയിസൈഡ് പോയിന്റ് കണ്ടുവച്ചിരുന്നു. രോഹിത്തിനോ സഹയാത്രികരായ മറ്റാർക്കെങ്കിലുമോ സംശയം തോന്നാതിരിക്കാൻ അയാളോട് സ്നേഹം നടിക്കുകയായിരുന്നു ഈ പെൺചിലന്തി. പിറ്റേന്ന് അവൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കൃത്യം നടപ്പിലാക്കുകയും ചെയ്തു. ഐ ആം ഡാം ഷുവർ മിലോഡ്, ഷീ ഈസ് സ്റ്റിൽ അവൈറ്റിംഗ്. വിഷ്ണുവിന്റെ താലി കഴുത്തിൽ വീഴുന്ന ദിവസവും കാത്തിരിക്കുകയാണവൾ. അതിനുവേണ്ടിയാണ് ഇവൾ സ്വന്തം ഭർത്താവായ രോഹിത്തിനെ കൊലപ്പെടുത്തിയത്. ഇവൾക്ക് ജാമ്യം കൊടുത്ത ഇനിയും കൊലപാതകങ്ങൾ ആവർത്തിക്കും മിലോഡ്. വിഷ്ണുവിലേക്കുള്ള പാതയിൽ വരുന്ന ഏതു തടസ്സവും ഇവൾ വെട്ടിനീക്കും. ശാലിനിയെയോ ഈ നിൽക്കുന്ന സത്യഭാമയെയോ ഇവരുടെ ഭർത്താവായ രാഘവൻ നായരോ അതാരായാലും I am concluding, my lord. Susmita is a cold-blooded murderer. പെൺവർഗത്തിന് തന്നെ അപമാനകരമായ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ രക്തയക്ഷി. ഇനിയൊരു പെൺകുട്ടിയും ഇതുപോലെ ചിന്തിക്കുക പോലും ചെയ്യാൻ അനുവദിക്കാതെ കൊലപാതകത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ ഈ ലേഡി ഡ്രാക്കുളയ്ക്ക് വിധിക്കണമെന്ന് ഞാൻ താഴ്മയായി കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.